നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയെ സംബന്ധിച്ച് ഓരോ തവണയും പാകിസ്ഥാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനായി പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ഇടുന്ന ഉത്തരവ് മൂലമല്ല, മറിച്ച് പാകിസ്ഥാൻ പ്രകോപനപരമായിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നാലെയാണ്. നിർബന്ധിതമായി പാകിസ്ഥാന് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കുകയാണ്. അതിനുള്ള കാരണക്കാർ അവരാണെന്ന് ഇതുവരെയും സ്വയം മനസ്സിലാക്കിയിട്ടും അത് പുറത്തു കാണിക്കാതെ വീരവാദമടിച്ച് പിന്നെയും ഇന്ത്യയുടെ കരുത്ത് എന്തെന്നുള്ളത് ഓരോ തവണയും രുചി നുണയുകയാണ് പാകിസ്ഥാൻ. അങ്ങനെ ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ, ഇന്ത്യയെ വിരട്ടാനിറങ്ങി സ്വയം തന്നെ ഒരു കുഴിയിൽ, താൻ കുഴിച്ച കുഴിയിലേക്ക് വീണ പാകിസ്ഥാൻ്റെ അവസ്ഥയാണ് ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ അടിച്ച അവസാനത്തെ ആണിയിലും പാകിസ്ഥാൻ വിരണ്ട് വെപ്രാളപ്പെടുകയാണ്. ഒന്നല്ല, 3 പണികൾ ഒരേ സമയം പാകിസ്ഥാനെ വേട്ടയാടുന്നു. പരക്കം പാഞ്ഞ പാകിസ്ഥാന് വേനലിന് മുന്നേ തന്നെ അടുത്ത ഷോക്ക് ട്രീറ്റ്മെൻറ്റും ഇന്ത്യ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രഖ്യാപനവും ഉണ്ടായി. 10,000 കോടിയിലധികം പാകിസ്ഥാൻ വെള്ളത്തിലായതായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് മുന്നേ പറയേണ്ട ഒരു വിഷയം പഹൽഗാമിലെ ഭീകരാക്രമണം തന്നെയാണ്. എല്ലാം തുടങ്ങി വെച്ചത് ഇവിടെ നിന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ മറുപടി നാം നൽകിയപ്പോൾ വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയോട് കേണപേക്ഷിച്ചത്, കരഞ്ഞു കാലുപിടിച്ചത് നമുക്കേവർക്കും അറിയാം. എന്നാൽ എന്തിനായിരുന്നു പാകിസ്ഥാൻ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കേണപേക്ഷിച്ചത്? ഭയപ്പെടുമെന്ന് പേടിച്ചിട്ടാണോ? ഭയപ്പെടുമെന്ന് പേടി മാത്രമല്ല, ഭയപ്പെടുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ ആ യുദ്ധം തുടങ്ങരുതായിരുന്നു. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ അത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്? അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കിരാന കുന്നുകളാണ്. കിരാന കുന്നുകൾക്ക് നേർക്ക് ഇന്ത്യ നടത്തിയ ആക്രമണം, ഇന്ത്യ നടത്തുമെന്ന് കരുതിയ ആക്രമണത്തെ ഭയന്നാണ്. വ്യോമയാന വിദഗ്ധനായിട്ടുള്ള ടോം കൂപ്പറാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മറ്റെവിടെയുമല്ല, ഈ കിരാന ഹിൽസിൽ തന്നെയാണ്. കിരാന ഹിൽസിനെ ഇന്ത്യ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ, കിരാന ഹിൽസിലേക്ക് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ആയുധമെന്ന് പതിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തകർന്ന് മുച്ചൂടും മുടിഞ്ഞ് നാമാവശേഷമായി പോകും. അതുകൊണ്ട് തന്നെയാണ് കിരാന ഹിൽസിലെ ഭൂഗർഭ അറകളിലേക്കുള്ള 2 പ്രവേശന കവാടങ്ങളിലൊന്ന് ഇന്ത്യ മിസൈൽ അയച്ച് തകർത്തത്. അതിലൂടെ കൃത്യമായൊരു സന്ദേശം, വ്യക്തമായൊരു സന്ദേശം ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു. അതായത് കവാടത്തിൽ മിസൈൽ അയച്ച് തകർക്കാൻ കഴിയുമെങ്കിൽ ആ കുതിച്ചു വന്ന മിസൈലിന് വളരെ എളുപ്പത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ ഹൃദയം തുളച്ചു കയറാൻ കഴിയുമെന്ന വ്യക്തമായ സന്ദേശം തന്നെയായിരുന്നു അത്. കിരാന ഹിൽസിലെ ആക്രമണം ഇന്ത്യൻ വ്യോമസേന നടത്തി എന്ന രീതിയിൽ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അവിടെ ആക്രമണം നടന്നുവെന്ന് തെളിവുകൾ നിരത്തിയാണ് NDTVയോട് ടോം കൂപ്പർ പറയുന്നത്. പാകിസ്ഥാനും അക്കാര്യം പുറത്ത് തുറന്ന് സമ്മതിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കുന്നിൻ ചെരുവിലേക്ക് മിസൈലുകൾ പതിക്കുന്ന ചില വീഡിയോകൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വന്നു. ആ വീഡിയോ പ്രദേശവാസികൾ തന്നെ പകർത്തിയെടുത്തതാണ്. അവിടേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയതായി ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ പോലും എന്തിനു വേണ്ടി അവിടെ ആക്രമണം നടത്തി? അതാണ് പിന്നീട് ഉയർന്ന ചോദ്യം. അത് കൃത്യമായി തന്നെ പാകിസ്ഥാന് കൊടുത്തൊരു സന്ദേശമായിരുന്നു. ഈ കിരാന ഹിൽസിന് തൊട്ടടുത്തുള്ള റഡാർ സ്റ്റേഷനിൽ നിന്നും പുക ഉയരുന്നതും ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ആക്രമണത്തിന് നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇന്ത്യ. അതുതന്നെയാണ് റഡാർ സ്റ്റേഷനുകളെ ആദ്യം ലക്ഷ്യം വെച്ചത്. 2025 മെയ് 10 ആയിരുന്നു ആ ആക്രമണം. ഇന്ത്യൻ വ്യോമസേന റഡാർ സ്റ്റേഷനുകളിൽ ആദ്യം ആക്രമണം നടത്തി. പിന്നീട് ഭൂഗർഭ സംഭരണ അറകളിലേക്കുള്ള 2 പ്രവേശന കവാടങ്ങളെങ്കിലും തകർത്ത് തരിപ്പണമാക്കി. അതൊക്കെ തന്നെ വളരെ വ്യക്തമായൊരു സന്ദേശം കൊടുത്തത് പാകിസ്ഥാൻ ഇനി ഒരടിയെങ്കിലും മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ തരിപ്പണമാക്കുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു. പാകിസ്ഥാൻ ആണവ പദ്ധതിയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി തന്നെ കിരാന ഹിൽസിനെ അറിയപ്പെടുന്നുണ്ട്. ഈ ആക്രമണത്തോടെയാണ് ഒരു തരത്തിലും ഇന്ത്യയുമായി ഉടക്കിയാൽ പാകിസ്ഥാന് ശരിയാകില്ല, സംഗതി വശക്കേടാണെന്നുള്ള കാര്യം കൂടുതൽ മനസ്സിലായത്. ഓപ്പറേഷൻ സിന്ദൂർ വലിയ തിരിച്ചടിയാണെന്ന് പാകിസ്ഥാന് പിന്നീട് മനസ്സിലായി. അങ്ങനെ ബൻയാൻ അൽ മർസൂസ് എന്ന ഓപ്പറേഷൻ അവസാനിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ തുടങ്ങി വെച്ചത് പാകിസ്ഥാൻ തന്നെ അവസാനിപ്പിച്ചു. പിന്നാലെ വെടിനിർത്തലിനുള്ള നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാൻ തുടങ്ങി. കിരാന ഹിൽസിൽ ആണവ കേന്ദ്രമുണ്ടെന്ന് അമേരിക്കയിലെ ആണവ ശാസ്ത്രജ്ഞരിലൂടെ തന്നെ വിവരം പുറത്തു വന്നിട്ടുള്ളതാണ്. നേരത്തെ തന്നെ അതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഒരുപാട് തന്നെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തായി തന്നെ F-16 വിമാനങ്ങൾ സൂക്ഷിക്കുന്ന സർഗോദയിൽ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആണവായുധങ്ങൾ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് F-16 വിമാനങ്ങൾ ഇതിന് തൊട്ടടുത്ത് തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഓപ്പറേഷൻ സിന്ദൂറിലെ നേട്ടങ്ങൾ വിവരിച്ചുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ വീഡിയോയ്ക്ക് പിന്നാലെ കിരാനയിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു കേട്ടിരുന്നു. കിരാന ഹിൽസ് മേഖലയ്ക്ക് സർഗോദ വ്യോമത്താവളം ഇന്ത്യ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിലുണ്ട്. ഇതിനൊപ്പം തന്നെ
ഇതിനൊപ്പം തന്നെ മറുപടിയും ഏറെ പ്രതീക്ഷിക്കുന്നതാണ്. ഇനി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബ്രീഫിംഗ് സമയത്ത് ജനറൽ എയർ മാർഷലായിട്ടുള്ള AK ഭാരതിയോട് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. കിരാന ഹിൽസ് എന്ന് പറയുന്നത് അവരുടെ ആണവ പോർമുനകൾ സൂക്ഷിക്കുന്ന കേന്ദ്രമല്ലേ എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഉയർന്നു കേട്ടപ്പോൾ അവിടെ ആണവ നിലയങ്ങളുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നതിന് നന്ദി, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നുവെന്നാണ് ചോദ്യത്തിന് ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ഏത് രീതിയിലുള്ള സന്ദേശമായിരുന്നു എന്നുള്ളത് പാകിസ്ഥാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൻ്റെ പ്രതികാരം തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ പിന്നെയും ഓരോ വിഷയങ്ങളിൽ വെട്ടിലായതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആദ്യം വ്യാപാരത്തിലും പിന്നീട് വെള്ളത്തിലുമൊക്കെ അടാറ് പണി കിട്ടിയ പാകിസ്ഥാന് പിന്നെയും അടുത്ത തിരിച്ചടിയായിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിതരണം നിലച്ചതോടെ ആരോഗ്യ മേഖലയെ തന്നെ സാരമായി ബാധിക്കുന്ന നിലയിലേക്ക് കനത്ത പ്രതിസന്ധിയിൽ ഉഴലുകയാണ് പാകിസ്ഥാൻ. പാക് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. കൃത്യസമയത്ത് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10,000 കോടി രൂപയുടെ അധിക ബാധ്യത പാകിസ്ഥാനെ കാത്തിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിറകെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ വാങ്ങൽ അവസാനിപ്പിച്ച പാകിസ്ഥാനാണ് ഇങ്ങനെ ഒരു കനത്ത തിരിച്ചടി കിട്ടിയത്. കുറഞ്ഞ വിലയിൽ വാക്സിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യ സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ കനത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് പാക് ആരോഗ്യമന്ത്രിയായ മുസ്തഫ കമാൽ തന്നെ തുറന്നടിക്കുന്നത്. ഇതിലേറെക്കാലമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തിരിച്ചടിയായി മാറി. തങ്ങൾക്ക് തദ്ദേശീയമായി ഒന്നും തന്നെ വികസിപ്പിക്കാൻ കഴിയാത്തത് വലിയ പണിയായി മാറിയിരിക്കുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. നിലവിൽ 13 രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നാണ് സൗജന്യമായി പാകിസ്ഥാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓരോ വർഷവും 62 ലക്ഷം കുട്ടികൾ ജനിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെലവെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിൽക്കുന്നതിലും അപ്പുറത്തേക്കാകുന്നു. ലോക ആരോഗ്യ സംഘടന, യൂണിസെഫ്, ഗേറ്റ്സ് ഫൗണ്ടേഷൻ പോലുള്ള സന്നദ്ധ സംഘടനകൾ ഇവരുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ഇതിനുള്ള ചെലവ് കണ്ടെത്തുന്നത്. അതിൽ വലിയൊരു ശതമാനമെന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മരുന്നുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് അതിർത്തി തർക്കങ്ങളും മറ്റു വിഷയങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ നിന്നും ഒരു തരത്തിലും പാകിസ്ഥാൻ ഈ മരുന്നുകൾ ലഭ്യമാകുന്നില്ല. ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ പ്രതിരോധ മരുന്നുകൾ ലഭിക്കുന്നത് വലിയ ആശ്വാസമായിരുന്നു പാകിസ്ഥാന്. പക്ഷേ കോവിഡ് കാലത്ത് ഇതിനുള്ള വാക്സിനുകളും മറ്റും ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സംഘർഷങ്ങൾക്ക് പിറകെ വാക്സിൻ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം അവസാനിപ്പിച്ചു. അന്താരാഷ്ട്ര സഹായത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു അങ്കലാപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രതിവർഷം $400 മില്യൺ പ്രതിരോധ മരുന്നാണ് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത്. അതിൽ 49% ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പദ്ധതി അനുസരിച്ച് സഹായമായി കിട്ടുന്നതാണ്. ബാക്കി തുക മാത്രം പാകിസ്ഥാൻ കണ്ടെത്തിയാൽ മതി. പക്ഷേ 2031 എത്തുമ്പോൾ വാക്സിൻ വാങ്ങാനുള്ള അന്താരാഷ്ട്ര സഹായം തന്നെ അവസാനിക്കാനിരിക്കുന്നു. ആ ഒരു മുന്നറിയിപ്പ് കൂടി മന്ത്രി നൽകുകയാണ്. അതിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ സ്വന്തമായി വാക്സിൻ നിർമ്മിച്ചിരിക്കണം. അതല്ലെങ്കിൽ $1.2 ബില്യൺ അധിക ബാധ്യത പാകിസ്ഥാന് തലയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. പാകിസ്ഥാന് പ്രതിവർഷം 14 കോടി ഡോസ് വാക്സിനുകൾ നിലവിൽ ആവശ്യമായിട്ടുണ്ടെന്നാണ് കണക്കുകൂട്ടലുകൾ. അതിനുവേണ്ടി സൗദി പിന്തുണയോടെ വാക്സിൻ നിർമ്മാണം തദ്ദേശീയമായി തന്നെ പാകിസ്ഥാൻ ഒരുപക്ഷെ തുടങ്ങിയേക്കും. 11 സൗദി ഉന്നത സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിലെത്തി അതിനെക്കുറിച്ചുള്ള ചില സാധ്യതാ പഠനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതിലും ചില ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക നേട്ടത്തിലേക്ക് ഈ വാക്സിൻ നിർമ്മാണം പോകണമെങ്കിൽ പ്രതിവർഷം 30 കോടി ഡോസ് വാക്സിനുകളെങ്കിലും പ്രാദേശികമായി നിർമ്മിക്കണം. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള വാക്സിൻ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണം. ഈ പദ്ധതിയൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ മനസ്സിലുണ്ട്. ഇനി മറുഭാഗത്ത് വെള്ളം കൂടി പോലും മുട്ടിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് മറ്റു പരിപാടികളുമായി മുന്നോട്ട് പോവുക എന്ന ചോദ്യവും പ്രസക്തമാണ്. നദികളിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള അധിക ജലത്തെ നിയന്ത്രിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സിന്ധു ജല ഉടമ്പടിയിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങി, നമുക്കറിയാവുന്നതാണ്. പിറകെ തന്നെ രവി നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള അധിക ജലത്തിൻ്റെ ഒഴുക്ക് തടയാൻ ഇന്ത്യ ശ്രമം ആരംഭിച്ചു. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ വറ്റി വരണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഇനി കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളെ സാരമായി ബാധിക്കും. കന്നുകാലികളും മനുഷ്യനുമൊക്കെ തന്നെ മരിച്ചു വീഴുന്ന കാഴ്ച കാണേണ്ടി വരും. പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിലുള്ള ഷാഹ്പൂർ കാണ്ടി അണക്കെട്ടിൻ്റെ സഹായത്തോടെയാണ് പഞ്ചാബിൽ നിന്ന് രവി നദിയിലെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നത്. മാർച്ച് 31 തന്നെ അണക്കെട്ട് പൂർത്തീകരിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇവിടെ അധികമായി ശേഖരിക്കുന്ന ജലം വരൾച്ചാ ബാധിത ജില്ലകളായിട്ടുള്ള കത്വ, സാംബ എന്നിവിടങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതോടെ ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ നേട്ടമായ നടപടിയായിരിക്കും അത്. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം രവി നദിയിലെ ജലം പാകിസ്ഥാന് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ നദിയിലെ അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു. അണക്കെട്ടിൻ്റെ പ്രവർത്തനം പൂർണ്ണമായാൽ അതുപോലും പാകിസ്ഥാന് കിട്ടാതെ വരും. അത് കനാലുകൾ വഴി പഞ്ചാബിലേക്കും ജമ്മു കാശ്മീരിലേക്കും വഴിതിരിച്ചു വിടും. 1979 ഷാഹ്പൂർ കാണ്ടി അണക്കെട്ട് പദ്ധതി ഇന്ത്യ തുടങ്ങിയത്.
82-ൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തി. പക്ഷേ അതിനുശേഷം നിർമ്മാണ പ്രവൃത്തി മുടങ്ങി മന്ദഗതിയിലായി. 2008-ൽ വീണ്ടും പദ്ധതിക്ക് കൂടുതൽ കുതിപ്പുണ്ടായി. 55.5 മീറ്റർ ഉയരമുള്ള ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് 3,394 കോടി രൂപയാണ് ചിലവായി പ്രതീക്ഷിക്കുന്നത്. പഞ്ചാബിലെ 5,000 ഹെക്ടറിലും ജമ്മു കാശ്മീരിലെ 32,173 ഹെക്ടറിലും ഒക്കെ തന്നെ ഈ പദ്ധതിയിലൂടെ ജലമെത്തിക്കാനും കർഷകരെ സഹായിക്കാനും കഴിയുമെന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.